ഹലോ ഗൈസ്, രാഹുൽ ടെക് മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷനെ പറ്റിയാണ്. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യാത്ത എന്നാൽ പ്ലേ സ്റ്റോറിലുള്ള RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള NBFC ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷനെ പറ്റിയാണ്. യുവരാജ് ഫിനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ലെൻഡറാണ് ഈ ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ആപ്ലിക്കേഷൻ 1000 രൂപ മുതൽ 15,000 രൂപ വരെയാണ് ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ 1000 രൂപ നിങ്ങൾക്ക് ലോൺ തന്നു കഴിഞ്ഞാൽ നിങ്ങളത് കറക്റ്റ് റീപേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് കൂട്ടി അങ്ങനെ മാക്സിമം 15,000 അല്ലെങ്കിൽ 25,000 രൂപ വരെയാണ് ഈ ഒരു ആപ്പ് കാര്യങ്ങളൊക്കെ ലോൺ തരുന്നത്. അപ്പോൾ എനിക്ക് ഏകദേശം ഇതിൽ നിന്നൊരു ഏകദേശം 8,000 രൂപ ഞാൻ ലോൺ എടുത്തിട്ടുണ്ട്, കറക്റ്റ് റീപേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ നല്ല രീതിയിൽ എനിക്ക് എമർജൻസി ആയിട്ട് ലോൺ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ്റെ പേര് എന്ന് പറഞ്ഞാൽ യുവ എന്ന് പറയുന്നതാണ്. യുവ ഫിനാൻസ് എന്ന് പറയുന്ന യുവരാജ് ഫിനാൻസ് എന്ന് പറയുന്ന ഒരു ലെൻഡറാണ് ഈ ആപ്ലിക്കേഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് യുവ എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ തന്നെ ഓടിപ്പോയി ഈ ലോൺ ആപ്പ് ട്രൈ ചെയ്യരുത്. കാരണം ഇത് വീഡിയോ മൊത്തം കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു ലോൺ ആപ്പിൽ കയറി ലോൺ എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, എനിക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് ആദ്യം കിട്ടിയത് 1000 രൂപയാണ്. ഏകദേശം 2 മാസത്തെ ടെന്യൂറാണ് ഇവർ തിരിച്ചടയ്ക്കുന്നത്. ഏകദേശം 60 ദിവസം 1400 രൂപ എനിക്ക് തിരിച്ചടയ്ക്കേണ്ടി വന്നു. അപ്പം നമ്മൾ പലിശ അല്ലെങ്കിൽ അതൊക്കെ നോക്കുമ്പോൾ കുറച്ച് കൂടുതലാണെങ്കിലും നിങ്ങൾക്ക് എമർജൻസി ആയിട്ട് ഇതിൽ നിന്ന് ലോണ് കാര്യങ്ങളൊക്കെ എടുക്കാം. പിന്നെ ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് മാത്രമാണ്. കാരണം നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഈ ആപ്ലിക്കേഷൻ ലോൺ എടുത്തിട്ടുണ്ട്. പിന്നെ RBI അപ്രൂവ്ഡ് ആണ്. ഞാൻ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് അതുപോലെ RBIയുടെ NBFC ലിസ്റ്റിലൊക്കെ കയറി യുവരാജ് ഫിനാൻസ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ RBIയിലൊക്കെ ഉള്ളൊരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഈ ഒരു യുവ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു ആപ്ലിക്കേഷന് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ ഇതുവരെ ഇവരുടെ സിബിൽ സ്കോർ ഇവർ വലിയ രീതിയിലൊന്നും നോക്കുന്നില്ല. കാരണം എനിക്കല്ല ഒരു 300 അല്ലെങ്കിൽ 500 അല്ലെങ്കിൽ അതിൽ കുറവ് 0 സിബിൽ സ്കോറിൽ വരെ ഈ ഒരു ആപ്ലിക്കേഷൻ ലോൺ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് എന്നാണ് കേട്ടത്. കൂടുതൽ ഡോക്യുമെൻറ്റ്സ് ഇവർ ചോദിക്കുന്നില്ല. വെറും പാൻ കാർഡ്, ആധാർ കാർഡ്, ഈ ഒരു കാര്യം മാത്രമാണ് ഇവർ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പം നല്ല രീതിയിൽ നമുക്ക് എമർജൻസി ആയിട്ടൊരു ലോൺ എടുക്കണമെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ആപ്ലിക്കേഷൻ ആണെന്ന് തന്നെ പറയാം. നിങ്ങൾ ഇതിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് ഞാൻ പറയില്ല. കാരണം നിങ്ങൾ ഒരു ലോൺ എടുക്കുമ്പോൾ നിങ്ങളത് ഡബിൾ ചെക്ക് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. കാരണം ഒരു യൂട്യൂബ് വീഡിയോ അല്ലെങ്കിൽ മറ്റു വീഡിയോസൊക്കെ കണ്ടിട്ട് നേരെ പോയി ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നതിന് പകരം അതിൽ എന്താ പറയുക അവരുടെ കോൺടാക്റ്റിലോ അല്ലെങ്കിൽ മറ്റു സോഴ്സ് വഴിയൊക്കെ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി ഒരു പരിശോധന നടത്തിയതിന് ശേഷം ലോൺ. കാരണം നിങ്ങളുടെ റിസ്ക്കാണ്, നിങ്ങളുടെ റിസ്ക്കിനാണ് ഈ ലോൺ എടുക്കുന്നത്. അപ്പം വീഡിയോ മൊത്തമായിട്ട് കണ്ടിട്ട് മാത്രം ലോൺ എടുക്കാനൊക്കെ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ കയറി കഴിഞ്ഞാൽ യുവ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് വരുന്നതായിരിക്കും. ഞാൻ ലിങ്ക് കാര്യങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കണമെങ്കിൽ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ പേഴ്സണൽ ലോണാണ്, ശ്രദ്ധിച്ചും കണ്ടും മാത്രം എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ഒരു അപ്രൂവൽ ആയിട്ടുള്ളൊരു സ്ക്രീൻ റെക്കോർഡറാണ് ഞാൻ കാണിക്കുന്നത്. എൻ്റെ അല്ല, വേറൊരാളുടെയാണ്. ഞാൻ ജസ്റ്റ് ഇത് കാണിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ നിലവിൽ ഇതിൽ കാണിക്കുന്നത് 1000 രൂപയാണ് ഇവർ ഫസ്റ്റ് എനിക്ക് തന്നിട്ടുള്ള ഒരു ലോൺ എമൗണ്ട്. ഏകദേശം ഇവർ പറയുന്നത് 62 ദിവസത്തിനുള്ളിൽ 1496 രൂപ തിരിച്ചടയ്ക്കണം. അത് 2 മാസമാണ് അവർ എനിക്ക് തരുന്നത്. ഓക്കെ, ഫസ്റ്റ് 756 അടയ്ക്കാം, പിന്നെ 740 അടയ്ക്കാം. അങ്ങനെയാണ് ഓരോ മാസം അടവിലാണ്. ഫസ്റ്റ് മാസം EMI പോലെയാണ് അങ്ങനെ വേണമെങ്കിൽ പറയാം. കാരണം EMI അപ്പോൾ നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് നോക്കണം. അവരെന്തൊക്കെയാണ് ചോദിക്കുകയെന്ന് വെച്ചാൽ ഫസ്റ്റ് നെയിം, ഡീറ്റെയിൽസ്, പിൻ കോഡ്, ഡേറ്റ് ഓഫ് ബർത്ത്, ഫാദർ നെയിം, എഡ്യൂക്കേഷൻ, പിന്നെ ഒരു ഗ്വാറൻറ്റർ, അതായത് നമ്മുടെ ഫാദറിന് ആരെങ്കിലും കൊടുക്കാം, അവരുടെ കോൺടാക്ട് നമ്പർ, പിന്നെ ഹോം ഡീറ്റെയിൽസ് ആയിട്ട് നമ്മുടെ അഡ്രസ്സ്, പിൻ കോഡ്, ഇതൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. പിന്നെ മന്ത്ലി ഇൻകം എത്രയാണ് ചോദിക്കുന്നത്. ഞാനിവിടെ 20,000 കൊടുക്കുകയാണ്. പിന്നെ പാൻ നമ്പർ, അതുപോലെ നമ്മുടെ ആധാർ കാർഡ്, ഇമെയിൽ അഡ്രസ്സ്. അതിനുശേഷം ആ ടിക്ക് ഇട്ടിട്ട് ആ ഒരു കോളം ടിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസാണ് അവർ ചോദിക്കുന്നത്. നമുക്ക് എമൗണ്ട് ഏത് ബാങ്കിലേക്കാണ് വരേണ്ടത് ആ ബാങ്ക് ഡീറ്റെയിൽസ്, IFSC, ബാങ്ക് ഏത് ബ്രാഞ്ചാണെന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ആണ് അവർ ചോദിക്കുന്നത്. ആധാർ കാർഡിൻ്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും അപ്ലോഡ് ചെയ്യുക. കൂടാതെ പാൻ കാർഡ്, അതുപോലെ നമ്മളൊരു സെൽഫി. ഇത്രയാണ് ഈ ഒരു KYC പ്രോസസ്സ്. അപ്പോൾ ഈ ഒരു KYC കൂടെ കംപ്ലീറ്റ് ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു ലോണിന് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതുവഴി തന്നെ നിങ്ങൾക്ക് തിരിച്ചടയ്ക്കാവുന്നതാണ്. അപ്പോൾ നിലവിൽ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുപിടിക്കുന്നത് ആ ഒരു ലെൻഡർ, അതായത് NBFCയുടെ ഒരു ഒഫീഷ്യൽ പേജാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്